പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേനാമല ചന്തയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ ആഴ്ച എത്തിയിട്ടുണ്ട്. രാത്രി 1:30 മണിക്ക് നമ്മൾ ചന്തയിലെത്തിയാണ്. എന്താണെന്നറിയില്ല, ഇന്ന് 4:30 മണി കഴിഞ്ഞ് എന്നിട്ടും പോത്തുംകുട്ടികളൊന്നും കച്ചവടമായി പോയിട്ടില്ല. ഇന്ന് പോത്തുംകുട്ടികളെ എടുക്കാൻ ആളില്ല. നാട്ടിൽ നല്ല മഴ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് കച്ചവടക്കാരൊക്കെ വളരെ കുറവാണ്. നാട്ടിൽ നിന്ന് ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല. കച്ചവടക്കാർ ചന്തയിൽ വളരെ കുറവാണ്. കന്നാലികൾ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷേ പോത്തുംകുട്ടികൾ ഇതുവരെയായിട്ട് അങ്ങനെ വിറ്റ് പോയിട്ടില്ല. 1-2 പോത്തുംകുട്ടികൾ മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ. എന്താണെന്നറിയില്ല. നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾക്ക് പോത്തുംകുട്ടി എടുക്കണം. അപ്പം നമ്മളെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്ന് പോത്തുംകുട്ടികൾ വലിയ ചോദ്യമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ച കണക്കുള്ള ചോദ്യമൊന്നുമില്ല. ഇന്ന് നല്ല വിലക്കുറവായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ചന്തയ്ക്ക് ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ ഇവിടെ ഈ ഷെഡിലിരിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെയാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത്. പോത്തുംകുട്ടികളുടെ കച്ചവടം തിങ്കളാഴ്ച രാത്രി തന്നെ തുടങ്ങുന്നതാണ്. ഇന്നെന്തായാലും പോത്തുംകുട്ടികളെ എടുക്കാൻ നല്ല ലാഭം കിട്ടുമെന്ന് തോന്നുന്നു. 5 മണിയായി. ഇനി ഒന്ന് ജസ്റ്റ് ഇറങ്ങിയൊന്ന് നോക്കാം. ഇവിടെ ഒരു നല്ലൊരു ക്രോസ് ബ്രീഡ് പോത്തുംകുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഇതിന് 21,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. 21,000 രൂപ ചോദിക്കുന്നുണ്ട്. നമ്മളൊരു സബ്സ്ക്രൈബറിന് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുന്ന മൂരിക്കുട്ടിക്ക് 25,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. 25 രൂപയാണ് അവർ ചോദ്യം. 25 രൂപ ചോദിക്കുന്നുണ്ട്. പോത്തുംകുട്ടി നമ്മൾ സബ്സ്ക്രൈബർക്ക്, ചേർത്തലയുള്ള സബ്സ്ക്രൈബർക്ക് വേണ്ടി വീഡിയോ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. വില അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ പോത്തുകുട്ടിക്ക് 15,000 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും കുറച്ച് പോത്തുംകുട്ടികൾ നിൽപ്പുണ്ട്. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. ഇപ്പോഴും പോത്തുംകുട്ടികൾ ഇനിയും ഒരുപാട് ചന്തയിൽ നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ പോത്തുംകുട്ടികൾ ചന്തയിൽ നിൽപ്പുണ്ട്. ഇതുവരെയും കച്ചവടമായി പോയിട്ടില്ല. നല്ല കൊമ്പന്തലേക്ക് വൃത്തിയുള്ള കുട്ടികളെ ഇന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇന്ന് ആരും ചന്തയിൽ വന്നിട്ടില്ല പോത്തുംകുട്ടികളെ എടുക്കാൻ. അതുകൊണ്ടാണ് ഇത്രയും പോത്തുംകുട്ടികൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. 400ഓളം പോത്തുംകുട്ടികൾ വന്നതാണ്. കുറച്ച് പോത്തുംകുട്ടികൾ മാത്രമേ കച്ചവടമായി പോയിട്ടുള്ളൂ. മേനുവില 20 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ്. 20,000 രൂപ ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. രാവിലെ അവർ 25 രൂപ വെച്ചൊക്കെയാണ് ചോദിച്ചത്. ഇപ്പോൾ അത് 20 രൂപ ആക്കിയിരിക്കുകയാണ്. കച്ചവടം ഇല്ലെന്ന് കണ്ടപ്പോൾ അവർ റേറ്റ് വളരെ കുറച്ചാണ് ചോദിക്കുന്നത്. ഏകദേശം ഒരു 15 രൂപ താഴേക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ പോത്തുംകുട്ടികളെല്ലാം 15 രൂപ താഴത്ത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങേറ്റവും ചെറിയൊരിതുണ്ട്. ചന്ത അങ്ങേറ്റത്ത് നല്ല വലിയ മാടിൻ്റെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഇനി കുറച്ച് ഈ സൈഡിൽ കുറച്ച് കർണാടക കുട്ടികൾ നിൽപ്പുണ്ട്. കർണാടക കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി വേറൊരു പോത്തുംകുട്ടിയെ കൂടെ വാങ്ങിയിരിക്കുകയാണ്. ഇതിന് അവർ ചോദിച്ച 22 രൂപയാണ്. 22 രൂപ കുറച്ച് 22 രൂപ ചോദിച്ചു. 21 രൂപ ലാസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് അവർക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഏകദേശം നമ്മൾ കച്ചവടം ഉറപ്പിക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അവരൊരു വില പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കിട്ടുകയാണെങ്കിൽ ഇതിനെയും കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതും കച്ചവടമാക്കി. ഇത് അടുത്തൊരു പോത്തുംകുട്ടിയെ കൂടി കച്ചവടമാക്കിയിരിക്കുകയാണ്. അങ്കമാലി ഉള്ള സുഹൃത്തിനും വേണ്ടി പോത്ത് കുട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് എറണാകുളം അവിടെയുള്ളതാണ്. ഇടപ്പള്ളി ആ ഭാഗത്തുള്ള സുഹൃത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പോത്തുകുട്ടിയെ കൂടെ ചോദിച്ചിരിക്കുന്നത്. അതും കച്ചവടം ഉറപ്പിച്ച മട്ടാണ്. കളമശ്ശേരിയുള്ള സുഹൃത്തിന് വേണ്ടി മേടിച്ച പോത്തുംകുട്ടിയാണിത്. കളമശ്ശേരിയിൽ ഉള്ള, അപ്പോൾ അവർക്ക് 2 പോത്തുകുട്ടിയായി. ചേർത്തലയ്ക്ക് 1 പോത്തുംകുട്ടിയായി. ഈ ഭാഗത്ത് നമ്മൾ കോഴിക്കോട് നിന്ന് വന്ന സബ്സ്ക്രൈബർ മേടിച്ച പോത്തുംകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം. നമ്മൾ വണ്ടിക്കാരെ ഏൽപ്പിച്ച് അവർ അടയാളം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി എത്തും. അവർ വണ്ടിക്കാരെ ഏൽപ്പിച്ച് അവർ പറഞ്ഞ് അടയാളം ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ സുഹൃത്തിൻ്റെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. 2 പോത്തുംകുട്ടികൾ അപ്പുറ സൈഡിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം അവർ വാങ്ങിയതാണ്. കോഴിക്കോടേക്ക് കൊണ്ടുപോകാനുള്ള പോത്തുംകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന. മുരിക്കുട്ടികളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇന്ന് പോത്തുംകുട്ടി എടുക്കാൻ നല്ല ലാഭം ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ഇനിയും കച്ചവടത്തിനായിട്ട് അവിടെ ഉണ്ട്. അതിന് ചന്തയ്ക്കകത്തോട് പോയി ഇനി 2 കുട്ടികളെ എടുക്കണം. അങ്കമാലി ഇന്നിപ്പോൾ ഒരു കോൾ വന്നായിരുന്നു. 2 പോത്തുംകുട്ടികളെ വേണമെന്നും പറഞ്ഞ്. അപ്പോൾ ആ 2 കുട്ടികളെ കൂടി പോയി എടുക്കാം. പോത്തുകുട്ടികൾ ഇനിയും നിൽപ്പുണ്ട്.
എല്ലാം കച്ചവടമായ ഉരുക്കളാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ 2 പോത്തും കുട്ടികൾ അങ്കമാലിയിലുള്ള സബ്സ്ക്രൈബർക്ക് വേണ്ടി 2 പോത്തും കുട്ടികളെ വില പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇത് അവർ 30 രൂപയാണ് ചോദിച്ചത്. ലാസ്റ്റ് നമ്മൾ 25 രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നത്. 25,000 രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് പോത്തുകുട്ടികൾ നല്ല വിലക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് കിട്ടിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതൊക്കെ 10-28 രൂപ കൊടുക്കാതെ കിട്ടത്തില്ല. 14 രൂപ മേനി ലാസ്റ്റ് കൊടുക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഈ ആഴ്ച 5 കുട്ടികളെ കൂടി എടുത്ത് കൊടുത്തിരിക്കുകയാണ്. വണ്ടിക്കാരെല്ലാം ഏൽപ്പിച്ച് കുട്ടികൾ ഇനിയും കണ്ടമാനം നിൽപ്പുണ്ട്. ഇനിയൊരു 100ഓളം കുട്ടികൾ ഇനിയും ചന്തയിൽ നിൽപ്പുണ്ട്. 7:30 മണിയായി. നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. വണ്ടിക്കാരെ ഏൽപ്പിച്ച് അവർ ക്യാഷെല്ലാം ജിപേ ചെയ്ത് തന്നായിരുന്നു. ഇഷ്ടംപോലെ കുട്ടികൾ ഇനിയും ചന്തയിൽ വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാം. ഓക്കെ, ബായ്.